തൃശ്ശൂരായിരുന്നല്ലേ ജനനവും? അതെ അതെ. ഏത് കാലഘട്ടത്തിലായിരുന്നു തൃശ്ശൂരുണ്ടായിരുന്നു? UP സെഷൻ കംപ്ലീറ്റ് തൃശ്ശൂരായിരുന്നു. അതായത് ഇപ്പോൾ മൊത്തത്തിലുള്ള ലൈഫ് നോക്കിയാൽ 3 ഘട്ടങ്ങളായിട്ടാണ്. ആദ്യ ഘട്ടം തൃശ്ശൂർ, അതായത് ഹൈസ്കൂളിൽ എത്തുമ്പോഴാണ് തിരുവനന്തപുരത്തേക്ക് മാറുന്നത്. പിന്നെ ഹൈസ്കൂളും കോളേജ് വിദ്യാഭ്യാസമൊക്കെ തിരുവനന്തപുരം. മൂന്നാമത്തെ രാഷ്ട്രീയം, അത് കോഴിക്കോട്. തൃശ്ശൂർ പൂങ്കുന്നത്ത് മുരളി മന്ദിരം എന്നാണ് വീടിൻ്റെ പേര്. ഇന്നും അച്ഛൻ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു അഡ്രസ്സ് അതാണ്. അച്ഛൻ ഇലക്ഷൻ നിൽക്കുമ്പോഴും ജനപ്രതിനിധിയായിരുന്ന ഘട്ടത്തിലൊക്കെ ഒറ്റ അഡ്രസ്സേ ഉള്ളൂ. എവിടെയൊക്കെ വീട് മാറിയാലും മുരളി മന്ദിരം പൂങ്കുന്നം തൃശ്ശൂർ 2, അതാണ് അച്ഛൻ സ്ഥിരം കൊടുക്കുന്ന അഡ്രസ്സ്. അപ്പോൾ അവിടെയുള്ള കുട്ടിക്കാലത്ത് ഞാൻ ഏത് സ്കൂളിലാണ് പഠിച്ചത്? തൃശ്ശൂർ പൂങ്കുന്നം ആദ്യം UP സ്കൂളിലാണ് പഠിച്ചത്. അത് ഇന്നൊരു ഹയർ സെക്കൻഡറി സ്കൂളാണ്. അതിനുശേഷം മോഡൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ മിനിസ്റ്റർ ആവുന്നത്. 1971 സെപ്റ്റംബറിൽ തിരുവനന്തപുരത്തേക്ക് വന്നു. തിരുവനന്തപുരത്ത് ഹൈസ്കൂളിൽ പഠിച്ചത് സെൻറ്റ് ജോസഫിലാണ്. പിന്നെ മാറിവാനിയസ് കോളേജിൽ 5 വർഷം ഡിഗ്രി വിദ്യാഭ്യാസം 5 വർഷം. പിന്നെ അക്കാഡമിയിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോഴേക്കും പിന്നെ ലൈൻ മാറി. മുരളി മന്ദിരം തൃശ്ശൂർ 2 എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട്. അതായത് കുട്ടിക്കാലം തന്നെ. അന്നത്തെ രാഷ്ട്രീയ നേതാക്കളും അതുപോലെ അല്ലെങ്കിൽ VK കൃഷ്ണൻ അങ്ങനത്തെ ആൾക്കാരൊക്കെ കണ്ടുപിട്ടിട്ടുണ്ട്. ഞാൻ അച്ഛനോടൊപ്പം അന്ന് ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തെ ആഘോഷങ്ങളെന്ന് പറയുന്നത് അച്ഛനോടൊപ്പം നടത്തുന്ന യാത്രകളാണ്. ആ യാത്രകൾ രാഷ്ട്രീയ യാത്രകളായി. അതുകൊണ്ടാണ് പിന്നീട് പൊളിറ്റിക്സിൽ വന്നപ്പോൾ ഒരു ഏതാണ്ട് എന്താ പറയേണ്ടത്, എല്ലാ രംഗവും പഠിക്കാൻ കഴിഞ്ഞ് ഈ പറയല്ലോ ഡിഗ്രി പാസ്സായി ജോലി കിട്ടുന്ന പോലെ എന്ന് പറഞ്ഞ പോലെ ആ എക്സ്പീരിയൻസ് ആണ് പിന്നീട് പൊളിറ്റിക്കൽ ഫീൽഡിൽ എനിക്ക് കരുത്ത് പകർന്നത്. രാഷ്ട്രീയക്കാരനാവണം എന്നുള്ള ആഗ്രഹം കുട്ടിക്കാലം മുതൽക്കേ ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ അതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. അച്ഛൻ്റെ അഭിപ്രായം ഒരു നല്ലൊരു വക്കീലായിട്ട്, അതെ, നല്ല പ്രാക്ടീസുള്ള ലോയറായി മാറണമെന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. അപ്പോൾ അച്ഛൻ അന്ന് അനിയത്തി പത്മജ, അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കുട്ടിക്കാലം ഞാൻ പറഞ്ഞു ചെറിയ വീട്ടിലിപ്പോൾ താങ്കൾ ഭയങ്കര പുത്രനായിരുന്നു. അത്യാവശ്യം വികൃതിയൊക്കെ ഉണ്ട്. ഓർമ്മയുണ്ടായിരുന്നു സ്ഥിരമായിട്ട് തമ്മിൽ തല്ലുന്ന ഒരു കാര്യം അനിയത്തിയായിട്ട്? അത് സ്ഥിരം ഉണ്ടായിരുന്നു. എന്തായിരുന്നു കാരണം? ഏത് കാര്യത്തിലും അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ. ഒരു സാധാരണ നല്ലൊരു വീട്ടിൽ അറിയുന്ന ഞാൻ അനുഭവിച്ചില്ല. അച്ഛനും മകളോടും അമ്മയ്ക്കും മകളോടൊക്കെ കൂടുതൽ അടുപ്പം. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഉണ്ടായിരിക്കാം. പക്ഷെ എങ്കിലും വഴക്ക് അതിൻ്റെ പേരിലൊന്നും ആയിരുന്നു. വഴക്കുണ്ടാവുന്ന സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് ഈ മൂത്ത കുട്ടി ആവുമ്പോൾ രണ്ടാമതൊരു കുട്ടി ജനിക്കുമ്പോൾ അയൽവക്കക്കാർ, പ്രത്യേകിച്ച് തൃശ്ശൂരിൻ്റെ അറിയാലോ, തൃശ്ശൂരിൻ്റെ അയൽവക്കത്തൊക്കെ ഇങ്ങനെ വന്ന് സ്ത്രീകളൊക്കെ ഇങ്ങനെ പറയും, അതായത് ഇനിയിപ്പോൾ മോളോടെ സ്നേഹം ഉണ്ടാവുള്ളൂ, മോനോട് ഉണ്ടാവില്ല. അന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ദേഷ്യമുണ്ടല്ലോ, അതാണ് അതിൻ്റെ പേരിൽ വഴക്കും അടിയൊക്കെ പിന്നീട് ഭാവിയിൽ ഉണ്ടായിട്ടുണ്ട്. അമ്മ എങ്ങനെയായിരുന്നു? അങ്ങനെ വളരെ ഇപ്പം ചെയ്യുന്നപ്പോൾ താങ്കളിപ്പോൾ കുറുമ്പ് കാണിച്ചാലും പ്രൊട്ടക്ട് ചെയ്യുമായിരുന്നു? ഇല്ല, അമ്മയാണെങ്കിൽ അതിലൊന്നും പ്രൊട്ടക്ട് ചെയ്തിരുന്നൊന്നുമില്ല. അതെ, പക്ഷെ അമ്മ അടിക്കാറൊന്നും ഉണ്ടായില്ല. അച്ഛൻ അത്യാവശ്യം അടിക്കാറൊക്കെ. എപ്പോഴും എന്തിനാ ഒരു കാര്യത്തിന് ചിലപ്പോൾ അടി കിട്ടിയ ഓർമ്മയുണ്ടോ? നല്ല വേദനിച്ചൊരടി? അല്ല, അത് കിട്ടുമ്പോൾ നല്ല വേദനിച്ചിട്ട് തന്നെയാണ് കിട്ടാറ്. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒരടി മാത്രമായിട്ട് ഓർമ്മയില്ല. പക്ഷെ അതുകൊണ്ടൊരു കാര്യം ഉള്ളത്, ആ ഒരു നേച്ചർ ഉണ്ടായതുകൊണ്ട് അച്ഛനുമായിട്ട് എപ്പോഴും ഒരു അകൽച്ച അന്ന് മുതൽക്കേ ഉണ്ടായിരുന്നു. അത് ഞാൻ ഒരു പിതാവായി കഴിഞ്ഞപ്പോൾ ഒരിക്കലും ഞാൻ മക്കളെ അടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, വഴക്ക് ഞാൻ പറയാറില്ല. ഒന്നാമത് കാലഘട്ടവും മാറി. അന്നത്തെ പോലെയല്ലല്ലോ. ഇപ്പം ഏതാണ്ടൊരു അച്ഛനും മക്കളൊക്കെ ഈക്വൽ സ്റ്റാറ്റസിൽ കഴിയുന്ന സമയമല്ലേ. അല്ല, പക്ഷെ അങ്ങനെ പഠിത്തത്തിൽ ശ്രദ്ധിക്കാറുണ്ട്? എന്താണ് അങ്ങനെ? അച്ഛൻ വല്ലപ്പോഴേ പഠിത്തത്തിൽ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നാമത് മിക്കവാറും യാത്രകളായിരിക്കും. ഈ പരീക്ഷാ സമയത്ത് അച്ഛൻ വീട്ടിലുണ്ടാവുന്നത് ഞാൻ ഇഷ്ടപ്പെട്ട ഒരാളല്ല. കാരണം ഈ പ്രത്യേകിച്ച് ഈ കണക്ക് പരീക്ഷയൊക്കെ ഉണ്ടാവുമ്പോൾ അതിൻ്റെ തലേ ദിവസം ഈ പെരുക്കപ്പട്ടിക ചോദിക്കും. എനിക്ക് മിക്കവാറും 2 മുതൽ ഏതാണ്ട് 10 വരെ കഷ്ടി പോകും. 11, 12 വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് അത് 16ലേക്ക് എത്തുന്നവരെയുള്ള നിമിഷങ്ങളുണ്ടല്ലോ, അത് വളരെ ഓർമ്മയിൽ എന്നും തങ്ങിയിരിക്കുന്നതാണ്. കാരണം ഓരോ ഘട്ടത്തിലും അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ചീത്തകൾ. അപ്പോൾ ഈ പരീക്ഷ കഴിഞ്ഞ് വെക്കേഷൻ വന്നാൽ പിന്നെ നല്ല കാലം തുടങ്ങി. പിന്നെ ചീത്ത വാങ്ങില്ല, കാരണം പിന്നെ യാത്രകളാണ്. അപ്പോൾ യാത്രയാകുമ്പോൾ കൂടുതൽ എൻ്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കും. അതിലൊക്കെ വളരെ മിക്കവാറും വേനൽക്കാലം അവധി. എല്ലാത്തിനും ശ്രദ്ധിക്കാറുണ്ട്. കൂടെ യാത്ര ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ തിരുവനന്തപുരത്തേക്ക് 8ാം ക്ലാസ്സിലേക്ക് എത്തിയല്ലേ? അത് 8ാം ക്ലാസ്സിന്റെ പകുതിക്ക് തൃശ്ശൂരിലേക്ക്. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് കുറച്ചുകൂടി മെച്ചൂർഡ് ആയിട്ടാവുമല്ലോ? തീർച്ചയായിട്ടും. അപ്പോൾ അന്നത്തെ ഒരു ഓർമ്മയുണ്ടോ അന്നത്തെ ഫ്രണ്ട്സും? അന്ന് അധികം ഞാൻ ഒരിക്കലും അത്ര ഒരു ഫ്രണ്ട്സുമായിട്ട് അങ്ങനെ ഒരു ഇടപഴകുന്ന ഒരു സ്വഭാവമൊന്നും ആയിരുന്നില്ല. വിദ്യാലയം ക്ലാസ്സിൽ പോവുക, ക്ലാസ് കഴിഞ്ഞ് നേരെ വീട്ടിൽ വരുമ്പോൾ വീടിൻ്റെതായിട്ടുള്ള അന്തരീക്ഷത്തിൽ കഴിയുക. അതല്ലാതെ ഫ്രണ്ട്സുമായിട്ട് ചുറ്റിക്കറങ്ങുന്ന ഏർപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല. സീതാറാം മിൽസ് അപ്പോഴേക്കും അന്ന് തീ കത്തിയിരുന്നു. ഞാനിപ്പോൾ ജനിച്ച 57-ലാണ്.
അപ്പോൾ എനിക്ക് ഓർമ്മ വെച്ച സന്ദർഭത്തിലൊക്കെ സീതാറാം മില്ല് പൂട്ടി കിടക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ സീതാറാം മില്ലുണ്ടായിരുന്ന ഒരുപാട് തൊഴിലാളികൾ വീട്ടിൽ വരാറുണ്ട്, ആ കമ്പനി പൂട്ടിയതിൻ്റെ അവശതകളൊക്കെ പറയാറുണ്ട്. അങ്ങനെ പിന്നീട് കേരള ലക്ഷ്മി മിൽസ് എന്നുള്ള ഇത് തുടങ്ങിയപ്പോൾ സീതാറാമിലെ ജോലിക്കാർക്ക് അവിടെ പ്രയോറിറ്റി കൊടുക്കുന്ന അതൊക്കെ കുട്ടിക്കാലത്ത് ഓർമ്മകളുണ്ട്. പിന്നെ തെരഞ്ഞെടുപ്പിന്റെ അങ്ങനെ ഓർമ്മയുണ്ട് അച്ഛൻ? തെരഞ്ഞെടുപ്പ് എനിക്ക് ഓർമ്മയുള്ളൊരു തെരഞ്ഞെടുപ്പ് 1965. അന്ന് ഞാൻ 2ലോ മറ്റോ പഠിക്കുക. പക്ഷേ അത് ഇപ്പോൾ ഓർമ്മ നിൽക്കാൻ കാരണം ഒന്ന് രാഷ്ട്രീയത്തിനോടൊരു കമ്പം കാരണം. പക്ഷേ ഈ 65-ലെ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ 65-ലും 67-ലും ഈ 2 തെരഞ്ഞെടുപ്പും അച്ഛൻ ഏറ്റവും ടെൻഷൻ ഉണ്ടാക്കിയത് ഇലക്ഷൻ രംഗത്തെ വിജയത്തിനോ പരാജയത്തിനെ കുറിച്ചായിരുന്നില്ല. 65-ലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എനിക്ക് അന്ന് 5-ാം പനി വന്ന് കിടക്കുക. കാലത്ത് പ്രചരണത്തിന് പോകുമ്പോൾ ഇറങ്ങുമ്പോൾ നല്ല പനി, ആ പനി കണ്ടിട്ട് വിഷമിച്ചിട്ടാണ് പോവുക. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ 10 മണിയുടെ നിയന്ത്രണമൊന്നും ഇല്ലല്ലോ. ചിലപ്പോൾ വരുന്ന പിറ്റേന്ന് പുലർച്ചയ്ക്കായിരിക്കും വരിക, കുളി കഴിഞ്ഞ് രണ്ടാമത് പോകും. അങ്ങനത്തെ ഇലക്ഷനായിരുന്നു. അപ്പോൾ കംപ്ലീറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഒരു മണിക്കൂറൊക്കെ അടുത്ത് കിട്ടുള്ളൂ. ആ 1 മണിക്കൂർ വേറെ ഒന്നിനും പോവാതെ കിടക്കും. അതുപോലെ തന്നെ 67 വന്നപ്പോൾ ടൈഫോയിഡ്. 65-ലെ റിസൾട്ട് വരുമ്പോഴും ഞാൻ കിടപ്പാണ്. പിന്നെ 67-ലെ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോഴേക്കും അസുഖമൊക്കെ മാറി. ഉണ്ടല്ലോ, അദ്ദേഹത്തിനോടൊപ്പം യാത്ര ചെയ്തിട്ട് നമ്മളെ സ്വന്തം മക്കളെ പോലെ തന്നെയുള്ള ഒരു വാത്സല്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്നെ വേഗം അടുക്കളയിലേക്ക് കൊണ്ടുപോയിട്ട് ഭാര്യയോട് ഇങ്ങനെ കാപ്പി കൊടുക്കാനും ഒക്കെ പറയാറുണ്ട്. എന്താണ് ഇവന് കൊടുക്കാനുള്ള സ്പെഷ്യൽ ഐറ്റം എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതൊക്കെ എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. അതിൽ എനിക്കൊരു ഓർമ്മയുള്ള ഒരു രംഗമുണ്ട്. PT ചാക്കോ മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ട് പകരം കോൺഗ്രസിൻ്റെ മന്ത്രിയായിട്ട് TA തൊമ്മനെ മന്ത്രിയാക്കിയാണ്. തൊമ്മൻ സ്വീകരണത്തിന് തൃശ്ശൂർ വന്നപ്പോൾ ഞാൻ ആ സ്വീകരണ യോഗത്തിന് പോയി. അന്ന് എനിക്കൊരു ഓർമ്മയുള്ളത്, അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ആരാധകർ ഇട്ടുകൊടുത്ത മാലയിൽ ഒരെണ്ണം അദ്ദേഹം എടുത്ത് എൻ്റെ കഴുത്തിൽ. അങ്ങനെ അദ്ദേഹമാണ് എൻ്റെ കഴുത്തിൽ ആദ്യം മാലയിട്ടത്.